നിലമ്പൂരുമായി ബന്ധപ്പെട്ട് UDF വലിയ പ്രതിസന്ധിയിലാണ്. കാരണം എല്ലാ കാലത്തും UDFനെ സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചിരുന്നത് ക്രൈസ്തവ വിഭാഗമാണ്. ക്രൈസ്തവ വിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന കത്തോലിക്ക കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വരികയാണ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമല്ലോ. നിലമ്പൂരിൽ മാത്രമല്ല, ഇനിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും വലിയ തിരിച്ചടിയിലേക്കല്ലേ UDF നീങ്ങുന്നത്? അതെ, അതിൽ വലിയ അത്ഭുതപ്പെടാനില്ല. എന്നാൽ അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ഈ നിലമ്പൂരിലും വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും കേരള നിയമസഭയിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇനി കോൺഗ്രസ്സിന് ക്രൈസ്തവ പിന്തുണ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ട് കാര്യമായിട്ട് ലഭിക്കും എന്ന് കരുതണ്ട. കാരണം ഈ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കുന്നത് സഭകളാണ്. അപ്പോൾ സഭകൾക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. അതവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു പുതിയ കാര്യമല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ സഭകൾ വളരെ കൃത്യമായ നിലപാടെടുത്തു. അവർക്ക് ഇനി കോൺഗ്രസ്സിനെ ആവശ്യമില്ല. കോൺഗ്രസ്സിനെ കൊണ്ടുള്ള പ്രയോജനം, ലാഭം ഒക്കെ കിട്ടാവുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ഈ സഭകളുടെ ഒരു ചട്ടുകമാണ് ഈ കത്തോലിക്ക കോൺഗ്രസ്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അവർ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ എല്ലാ കാലത്തും നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായിട്ടും ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കാര്യമായിട്ട് കിട്ടുമായിരുന്നു. മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും. അതിൽ 2014 ശേഷം നമ്മൾ കാണുന്ന 2014 തെരഞ്ഞെടുപ്പിൽ വരെ വളരെ കൃത്യമായിട്ട് അത് കോൺഗ്രസ് അഥവാ UDF മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. 2014 കേന്ദ്രത്തിൽ ഭരണമാറ്റം വന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു വലിയ വ്യത്യാസം വന്നു. 2015 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായതോടുകൂടി കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിച്ചു. കേരളവും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട നാം കത്തോലിക്ക കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസിന് ഒരു ധാരണ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും ഈ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷം തങ്ങൾക്ക് വോട്ടുകുത്തിയായി മാറുമെന്നത് തൃശ്ശൂരോടുകൂടി തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അത് തൃശ്ശൂരിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അതൊരു നീണ്ട പ്രക്രിയയാണ്. അത് തൃശ്ശൂരിൽ ആദ്യമായിട്ട് സംഭവിക്കുകയല്ല ചെയ്തത്. അതിന് മുമ്പ് 2021 2019 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2015 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ഒക്കെ അത് അവിടെ 2015 മുതൽ അത് ആരംഭിച്ചു. അതാണ് 2024 എത്തിയപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് എത്താൻ തക്കവണ്ണം അത് BJPയെ സഹായിച്ചത്. സുനാമി വിജയമാണല്ലോ, ഒരു 10,000 വോട്ടിനോ 20,000 വോട്ടിന്റെ ഒരു വിജയമല്ല. അല്ലല്ല, അത് വലിയ വിജയമാണ്. വലിയ കനത്ത ഭൂരിപക്ഷത്തിൽ 3,400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഈ ഒരു സുരേഷ് ഗോപിയുടെ വിജയം വാസ്തവത്തിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഭയപ്പെടുത്തുന്നത് LDFനെയാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് അപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് സഭകൾക്ക് മനസ്സിലായി കേരളത്തിൽ കോൺഗ്രസിന് ഇനി വലിയ ചലനമുണ്ടാക്കാൻ സാധിക്കില്ല എന്നവർക്ക് മനസ്സിലായി. കാരണം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് വലിയ തോതിൽ LDFലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനു മുമ്പ് അത് 2006 കുറച്ചൊക്കെ LDFന് കിട്ടുകയും PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ തോൽക്കുകയും ഒക്കെ ചെയ്തത് 2006. പക്ഷെ 2011 മുസ്ലിം ലീഗ് ആ മുസ്ലിം വോട്ട് തിരിച്ചു പിടിക്കുന്ന കാഴ്ചയും കേരളം കണ്ടു. 2016 സ്ഥിതി വീണ്ടും പഴയതുപോലെയായി. വലിയ തോതിൽ മുസ്ലിം വോട്ട് ബാങ്ക് LDFലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊരു കാഴ്ച കേരളം കണ്ടു. അത് സമർത്ഥമായിട്ട് BJPയെയും കേന്ദ്ര സർക്കാരിനെയും RSSനെയും ഒക്കെ അണിനിരത്തി ഈ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ രക്ഷിക്കാൻ കോൺഗ്രസ്സിന് ഇനി കഴിയില്ല, അത് പിണറായി വിജയനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു നീക്കം, രാഷ്ട്രീയ നീക്കം LDF നടത്തിയതിൻ്റെ ഫലമാണ് ഈ മുസ്ലിം വോട്ട് ബാങ്കിലുണ്ടായ ഷിഫ്റ്റ്. അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ വോട്ടും വലിയ തോതിൽ UDFന് നഷ്ടപ്പെടാൻ തുടങ്ങി. ആ നഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് 2016 2021 അവർ വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത്.
2016 അവർക്ക് 47 സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 2021 41 സീറ്റുകളായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. KM മാണി UDF പക്ഷത്ത് നിന്ന് LDF പക്ഷത്തേക്ക് പോയതോടുകൂടി വലിയ തിരിച്ചടിയാണ് മധ്യ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും കോൺഗ്രസ് നേരിട്ടത്, UDF നേരിട്ടത്. ഈ പറഞ്ഞതുപോലെ കേവലം 2-3 സീറ്റുകളല്ല, അതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ്സിന് കിട്ടുന്ന 3-4-5 സീറ്റുകളല്ല വിഷയം. അതിനപ്പുറത്തേക്ക് ഈ വോട്ട് ബാങ്കിൽ ഒരു വിള്ളലുണ്ടാകാൻ അത് കാരണമായി. ഇപ്പോഴിതാ കത്തോലിക്ക കോൺഗ്രസ് ഈ സാഹചര്യം, കത്തോലിക്ക കോൺഗ്രസ്സിന് വളരെ കൃത്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്കറിയാം. വളരെ കൃത്യമായിട്ട് ഈ UDF തകരുകയും ആ സ്ഥാനത്തേക്ക് BJP കയറുകയും ചെയ്യും എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ രംഗത്ത് വന്നത്. കത്തോലിക്ക കോൺഗ്രസ്സിന് വ്യക്തമായിട്ടറിയാം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിൽ ഒന്ന് ക്രൈസ്തവരാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ആ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ വോട്ട് ബാങ്കിനെ പൊളിച്ച് അത് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ പാർട്ടി ശ്രമിക്കും. അല്ല, അതിനുള്ള പ്രധാന കാരണമായി നമുക്ക് തോന്നുന്നത് 2011-16 കാലഘട്ടത്തിലുണ്ടായ ഈ അമിതമായ UDFൻ്റെ അമിതമായ ഈ മുസ്ലിം പ്രീണനമാണല്ലോ. അല്ല, UDFൻ്റെ അമിതമായ മുസ്ലിം പ്രീണനം മാത്രമല്ല, കേന്ദ്രത്തിലും എന്താണ് അവർ ചെയ്തത്? കൊടിയ അഴിമതികൾ, അതുപോലെ നഗ്നമായ മുസ്ലിം പ്രീണനം. പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങളുടെ നേരവകാശി, ഒന്നാമത്തെ അവകാശി മുസ്ലിങ്ങളാണെന്ന് പറയുന്നു. ഒരു പ്രധാനമന്ത്രി ഇത്ര പച്ചയ്ക്ക് വർഗീയത പറയുന്നത്, നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മത്സരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പലതും പറയും. പക്ഷേ ഭരണത്തിലിരുന്നു കൊണ്ട്, പ്രധാനമന്ത്രി കസേരയിലിരുന്നു കൊണ്ട് ഒരു പ്രധാനമന്ത്രി പറയുകയാണ് രാഷ്ട്രത്തിൻ്റെ വിഭവങ്ങളുടെ നേരവകാശി, ആദ്യത്തെ അവകാശി മുസ്ലിങ്ങളാണ് എന്ന്. നോക്കൂ, 85% വരുന്ന ഭൂരിപക്ഷ ജനത ഇത് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുമോ? ഈ സത്യം കോൺഗ്രസ് എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അതാണ് 14-ൽ കനത്ത തിരിച്ചടി കൊടുത്ത കാരണങ്ങളിൽ ഒന്ന് അതൊക്കെയാണ്. അവിടെ നിന്നാണ് വളരെ കൃത്യമായിട്ട് ഇനി കേന്ദ്രത്തിൽ എന്തായാലും കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് നമ്മളെക്കാളും മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം ഇവിടുത്തെ ക്രൈസ്തവർക്ക്. അതുകൊണ്ട് തന്നെ അവർ BJPയുമായിട്ട് അടുക്കാൻ ശ്രമിക്കും. അതിന് കേരള കോൺഗ്രസ്സുകൾ വേണ്ട, ഞങ്ങൾ നേരിട്ട് ചെയ്തു കൊള്ളാം എന്ന് സഭ ഒരു തീരുമാനമെടുക്കുകയും സഭകളുടെ കൂട്ടായ്മ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ, ഈ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ, ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയും സഹായവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം വിദേശത്തുനിന്ന് പലതരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം വരണം, പല സഹായങ്ങളും അവർക്ക് ലഭിക്കേണ്ടതുണ്ട്, വത്തിക്കാനുമായിട്ടുള്ള ബന്ധം ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവരുടെ ഈ ആത്മീയ കേന്ദ്രം, അതിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്നത് വത്തിക്കാനാണ്. ആ വത്തിക്കാനുമായിട്ട് നല്ല ബന്ധത്തിൽ തുടരണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പിന്തുണ അതിനകത്ത് ആവശ്യമുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്, ശരിയായി അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കം ആരംഭിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ കിട്ടേണ്ടത് ക്രൈസ്തവരിൽ നിന്നാണ്. അവിടെ അത് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്ക് അവിടെ നിന്ന് അടർത്തിക്കൊണ്ട് വരണം. അതിന് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം കത്തോലിക്ക കോൺഗ്രസ് ചെയ്തു കൊടുക്കും. അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസ് കൂട്ടുചേർന്നത് ഒരു വലിയ വിഷയമായിട്ട് അവർ ഉയർത്തിക്കാണിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് നിലമ്പൂരിൽ ഏതാണ്ട് 15% ക്രിസ്ത്യൻ വോട്ടുണ്ട്. ആ 15% ക്രിസ്ത്യൻ വോട്ട് BJP അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ തന്നെ വ്യക്തമാണ് BJP അവിടെ ജയിക്കില്ല, അതെല്ലാവർക്കും അറിയാം. 37% ഹിന്ദു വോട്ടും 15% ക്രിസ്ത്യൻ വോട്ടും ഏതാണ്ട് 48%-നടുത്ത് മുസ്ലിം വോട്ടും ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. ആ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി ചിന്തിച്ചാൽ തന്നെ ഈ ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും പരമാവധി സമാഹരിക്കാനായിരിക്കും BJP ശ്രമിക്കുന്നത്. അത് കോൺഗ്രസ്സിനൊരു വലിയ വെല്ലുവിളിയാണ്. കോൺഗ്രസ് ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് അത് നാം പ്രത്യേകിച്ച് അത് ആദ്യമായി നമുക്ക് മനസ്സിലാക്കുന്നത് തെക്കൻ കേരളത്തിലാണല്ലേ. തെക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ, തെക്കൻ കേരളവും മധ്യ കേരളവും, അവിടെയായിരിക്കും ഇതിൻ്റെ ഒരു മാറ്റങ്ങൾ ആദ്യം
പ്രകടമാകുന്നത്. തീർച്ചയായിട്ടും. കാരണം ബി ജെ പിക്ക് സ്വാധീനമുള്ളത് ഈ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ്. മധ്യ കേരളത്തിൽ അത്രയില്ല, മധ്യ തിരുവിതാംകൂർ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. പക്ഷേ തെക്കൻ കേരളത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തൃശ്ശൂരും പാലക്കാടുമൊക്കെ കുറച്ച് മുന്നേറ്റമുണ്ട് എന്നുള്ളത് സത്യമാണ്. തൃശ്ശൂരിൽ അത് സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ആ സീറ്റ് പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. അതൊരു നല്ല രാഷ്ട്രീയ നീക്കമായിരുന്നു. ഇവിടെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് അതും കൂടി കണ്ടിട്ടാണ് അവർ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. കാരണം കോൺഗ്രസ് മാറി ആ സ്ഥാനത്തേക്ക് കേരളത്തിൽ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മറ്റാരെക്കാളും കത്തോലിക്ക കോൺഗ്രസ്സിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു നിലപാടുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയോട് തോളിൽ കൈയിട്ട കോൺഗ്രസിൻ്റെ ബാന്ധവം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാട് എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം അതുതന്നെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ ക്രിസ്ത്യൻ വോട്ട് UDF-ൽ നിന്ന് മാറി LDF-ലേക്ക് പോകുമെന്ന് നമ്മൾ അത്രയ്ക്ക് അങ്ങ് പ്രതീക്ഷിക്കേണ്ട. നല്ലൊരു ഭാഗം അത് ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുക കൂടി ചെയ്തപ്പോൾ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ബി ജെ പി സമർത്ഥമായിട്ട് അത് മുതലെടുക്കും, കോൺഗ്രസ്സിനത് നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഭാവി കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമുക്കത് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞ് മാത്രമേ കൂടുതൽ വിശകലനം അതേക്കുറിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ജനങ്ങളുടെ മനസ്സെങ്ങനെയാണ്, അവർ എന്ത് തീരുമാനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിലമ്പൂരിൽ. ഒരുപാട് അടിയൊഴുക്കുകൾ നിലമ്പൂരിലുണ്ട്. അവിടെ ഈ കത്തോലിക്ക കോൺഗ്രസ്സിനും അവരുടേതായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ.